എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഒരു വി നെക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. നെക്ക് ഡിസൈൻ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗ്നർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ചാനലിൽ അവൈലബിൾ ആണ്. നോർമൽ സൽവാർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം. അതുപോലെ തന്നെ എ ലൈൻ എല്ലാ മോഡലിലുള്ള ഡ്രസ്സിൻ്റെ വീഡിയോസും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഇതിൽ നമ്മൾ നെക്ക് ഡിസൈൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ ഷോൾഡർ അതുപോലെ ആം ഹോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ പീസാണിത്. 7 ഇഞ്ചാണ് ഷോൾഡർ, 7.5 ഇഞ്ചിൽ നമ്മൾ ഡീപ്പായിട്ട് ഫ്രണ്ടിലെ ആം ഹോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസാണ്. ഇനി ഇതിൽ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. 3.5 ഇഞ്ചാണ് നമ്മൾ നെക്ക് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത ഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ട് കൊടുക്കുക. എവിടെയാണ് സെൻറ്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സെൻറ്ററിലും കൂടി നമ്മളൊരു കട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് ഫ്രണ്ടിലെ പീസിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി ഈ ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്യാൻവാസ് പേപ്പറിലാണ്. ക്യാൻവാസ് പേപ്പർ അല്ലെങ്കിൽ പേസ്റ്റിംഗ് പേപ്പർ എന്ന് പറയും. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പേപ്പറാണ്. അതിൻ്റെ ഒരു സൈഡിലൊരു ഗ്ലൂ ഉണ്ടാവും. ആ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലോത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. നമ്മൾ ഇതുപോലൊരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതായിരിക്കണം ക്യാൻവാസ് പേപ്പറിൻ്റെ ലെങ്ത്ത്. എക്സ്ട്രാ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് നമുക്ക് എത്ര ലെങ്ത്ത് ആണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്താണ് ക്യാൻവാസ് പേപ്പറിന് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 13.5 ഇഞ്ചാണ്. പിന്നെ അതുപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. നമ്മൾ ഓൾറെഡി നെക്കിന് വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത് മടക്കി ഇടുമ്പോൾ ഉള്ള വിഡ്ത്താണ്. അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ചും കൂടി, അതായത് 1.5 കൂടി നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യും. അപ്പോൾ 5 ഇഞ്ച് വിഡ്ത്ത് മടക്കി ഇടുമ്പോൾ 5 ഇഞ്ച് വിഡ്ത്തും അതുപോലെ തന്നെ 13.5 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് എടുത്തത്. ആ ലെങ്ത്ത് നമ്മൾ അത്ര തന്നെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് എടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 13.5 ഇഞ്ചാണ് ലെങ്ത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 13.5 ഇഞ്ചും അതുപോലെ തന്നെ 5 ഇഞ്ചിൽ വരും, അതായത് മുകളിൽ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും ഈ 2 പോയിന്റും കൂടി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് വി ഷേപ്പ് വരയ്ക്കുക. അതായത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ വരയ്ക്കുക. വി ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നെക്ക് മാർക്ക് ചെയ്യണം. നമ്മൾ ഓൾറെഡി 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. കുറച്ച് ബോട്ട് നെക്ക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 3.5 ഇഞ്ച് തന്നെയാണ് നെക്കിന് ലെങ്ത്തും കൊടുക്കുന്നത്. അപ്പോൾ 3.5 ഇഞ്ച് നെക്കിന് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ റൗണ്ട് ആയിട്ടൊരു നെക്ക് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ട് നെക്ക് ആയിട്ടാണ് ചെയ്യുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ നിങ്ങൾ ബാക്കിൽ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഒരു 4 ഇഞ്ച് എങ്കിലും നെക്കിന് ഇറക്കം കൊടുക്കുക കേട്ടോ. അങ്ങനെയുള്ള കേസിൽ മാത്രമാണ് നമുക്കത് തലവഴി ഇറങ്ങി കിട്ടുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിങ്ങൾ സിബൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കയറ്റിയിട്ടുള്ള നെക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പണിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പൊക്കി ഒരു 2 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. ബാക്കിൽ ഒരു തരത്തിലുള്ള ഓപ്പണിങ്ങും നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിലെ നെക്കിന് നിങ്ങളൊരു 4 ഇഞ്ചെങ്കിലും ഇറക്കം കൊടുക്കണം കേട്ടോ. നെക്കിന് ഷേപ്പ് മാർക്ക് ചെയ്ത് ആ വി നെക്ക് നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഉള്ളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ നെക്ക്, ഫ്രണ്ടിലെ നെക്കും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ക്ലോത്തിലാണോ ഇത് അയൺ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിലൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച്, അതായത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ക്യാൻവാസ് പേപ്പർ കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ക്ലോത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്ത് കളയാം. ഈ 1/2 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ഈ ക്ലോത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എന്ത് ചെയ്യുക, ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതായത് കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഷേപ്പാണ് നമുക്ക് വേണ്ടത്. എക്സ്ട്രാ യാതൊരു തരത്തിലുള്ളതും വേണ്ട. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് ഇതേപോലെ ക്ലോത്ത് മടക്കി പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ വീനക്ക് ആയത് കാരണം തന്നെ ആ ഒരു പോയിന്റ് നമുക്ക് കറക്റ്റ് അതേപോലെ തന്നെ കിട്ടണം. അപ്പോൾ നമ്മൾ കുറച്ച്, അതായത് ആ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മൾ അവിടെ സ്റ്റിച്ച് ഒന്ന് നിർത്തിയിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്തിട്ട് ഉള്ളോട്ട് മടക്കി കൊടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡും കൂടി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആ വീനെക്കിൻ്റെ ഷേപ്പ്, അതായത് നമ്മുടെ ക്യാൻവാസ് പേപ്പറിലുള്ള ഷേപ്പ് കറക്റ്റ് കിട്ടുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി. ഇതുപോലെ നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ മാറ്റി വെച്ചിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ടിലെ പീസ്, അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ എടുക്കേണ്ടത്. ഫ്രണ്ട് സൈഡ് അല്ല, ബാക്ക് സൈഡാണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടിൽ ആ ഒരു വീനക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു പഞ്ചിങ് പോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് എടുത്തത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഫ്രണ്ടിലെ പീസിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ ഇതേപോലെ നമ്മൾ കറക്റ്റ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഒരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ പീസിലും സെൻറ്ററിലും നമ്മൾ ഇതേപോലെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ബാക്ക് സൈഡ്, അതായത് ഫ്രണ്ടിലെ പീസിൻ്റെ ബാക്ക് സൈഡാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ നല്ല പീസാണ് വെച്ചിട്ടുള്ളത്. അതായത് ക്യാൻവാസ് പേപ്പർ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്.
എന്നിട്ട് സെൻറ്റർ ടു സെൻറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിൻ കുത്തി കൊടുക്കുക. നന്നായിട്ട് പിൻ കുത്തി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പിൻ കുത്തിയതിന് ശേഷം നമ്മുടെ ആ ഒരു നെക്ക് ഉണ്ടല്ലോ, അതായത് ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ നെക്ക്, അത് കറക്റ്റ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. മെല്ലെ പതിയെ ചെയ്യുക കേട്ടോ. ചുളിവുകൾ വീഴാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മെല്ലെ ഇതെന്ത് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതായത് നെക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പീസും നമ്മുടെ നല്ല ക്ലോത്തിലും ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, എക്സ്ട്രാ ക്ലോത്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ട് 1/4 ഇഞ്ചിൽ ക്ലോത്ത് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ക്ലോത്ത് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. ആ കർവ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അടുപ്പിച്ചിട്ട് കട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പീസ്, അതായത് ക്യാൻവാസ് പേപ്പർ ഇരിക്കുന്ന ഈ ഒരു പീസ് നമ്മുടെ നല്ല വശത്തേക്ക് നമ്മളൊന്ന് മറയ്ക്കണം. നല്ല വശത്തേക്ക് മറയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പീസ് ഇപ്പുറത്തെ സൈഡിലേക്കും അതേപോലെ കട്ട് വരുന്ന ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തും ഒരേ വശത്തേക്കും വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ റൗണ്ട് സ്റ്റിച്ച് ഒന്നുകൂടി ചെയ്യാം. റൗണ്ട് ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ അയൺ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പീസിൽ സ്റ്റിച്ച് കൊള്ളാതെ നമ്മുടെ മെയിൻ ക്ലോത്തിൽ സ്റ്റിച്ച് കൊള്ളുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫ്രണ്ടിലെ പീസിൽ, അതായത് നല്ല വശത്തിലേക്ക് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നെക്ക് അവിടെ നിന്ന് ഫിനിഷ് ചെയ്യാം. അതായത് പെർഫെക്റ്റ് ആക്കിയിട്ടൊന്ന് പതിച്ചടിക്കാം. ഇനി നമുക്ക് വീനക്ക് സ്റ്റിച്ച് ചെയ്യണം. വീനക്ക് ഇതേപോലെ നമ്മൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് പിന്നൊക്കെ കുത്തി കൊടുക്കുക. പിന്നൊക്കെ കുത്തി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ലേസൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേസൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ റെഫറൻസിനായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോയിൽ അങ്ങനെ ലേസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലേസ് കൊടുക്കാത്തത്. നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഒരു കറക്റ്റ് വീനക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരാം. സെൻറ്റർ പോയിന്റ് എത്തുന്ന സമയത്ത് അവിടെ എന്താ പറയുക, സൂചി ഇറക്കി നിർത്തിയിട്ട് കൂട്ടർ പൊക്കി തുണി ചരിച്ച് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ഉണ്ട്, ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ ചെയ്യാം കേട്ടോ. കാരണം ഒരുപാട് സ്റ്റിച്ച് വരുമ്പോൾ കാണാനൊരു അഭംഗിയായിരിക്കും. അപ്പോൾ കഴിയുന്നത് ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഇനി ഇതിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്ലീവൊക്കെ ജോയിൻ ചെയ്ത് സാധാരണ നമ്മൾ സൽവാർ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഒരു കുഞ്ഞു നെക്ക് ഡിസൈൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീനക്കാണിത്. അപ്പം കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.